വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഓപ്ഷണൽസിന്റെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. സമയം കളയുന്നില്ല. ആദ്യമായിട്ട് കരിക്കുലം. നമ്മൾ രണ്ട് ടൈപ്സ് ഓഫ് കരിക്കുലത്തെ കുറിച്ച് മെയിൻ ആയിട്ട് പഠിച്ചിട്ടുള്ളത്, ഒന്ന് സ്പൈറൽ കരിക്കുലവും മറ്റേത് കോൺസെൻട്രിക് കരിക്കുലവും. അപ്പം സ്പൈറൽ കരിക്കുലത്തിൽ നമ്മളൊരു ഗ്രാജുവൽ അഡ്വാൻസ്മെന്റ് ആണ്, ഒരു ഗ്രാജുവൽ ആയിട്ടാണ് പഠിക്കുന്നത്. പക്ഷേ കോൺസെൻട്രിക്കില് നമ്മള് സിമ്പിൾ ടു കോംപ്ലക്സിലേക്കാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പൊ ഈ സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും മനസ്സിലേക്ക് വരുന്നത് മാക്സിംസ് ഓഫ് ടീച്ചിങ് ആണ്. അപ്പം മാക്സിംസ് ഓഫ് ടീച്ചിങ്ങിനെ ബേസ് ചെയ്തുള്ള കരിക്കുലം കോൺസെൻട്രിക് കരിക്കുലം ആണ്. അപ്പൊ അതാണ് ഒന്നാമത്തത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് സ്പൈറൽ കരിക്കുലം ഗ്രാജുവൽ ലേണിംഗ് ആണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് അപെക്സ് ബോഡീസിനെ കുറിച്ചാണ്. ആദ്യം NCERT, ഞാൻ ഓൾറെഡി എടുത്തതാണ്. NCERT 1961 ആണ്. പിന്നെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986ന്റെ ഭാഗമായിട്ട് റെക്കമെൻഡേഷൻ ആയിട്ട് ഉണ്ടായതാണ് SCERT. ഇനി നമ്മുടെ കേരള SCERT ഇത് നിലവിൽ വന്നത് 1994ലാണ്. തെറ്റിക്കരുത്. NCERT 1961, NPE 1986, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986ന്റെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ് SCERT ഉണ്ടായത്. നമ്മുടെ കേരളത്തിൽ SCERT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 1994ലാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് സാപ്പയാണ്. SAPA സയൻസ് എ പ്രോസസ് അപ്രോച്ച്. അപ്പൊ നമുക്ക് 1960 ആണ്. ഈ ഒരു ഇയറിൽ സംശയം വേണ്ട, കാരണം പല പുസ്തകങ്ങളിലും 1960 to 1970s കൊടുത്തിട്ടുണ്ട്, 1963 കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ 1960 പഠിക്കുന്നത്, കാരണം BEd കോളേജിലാണ് 1960 തന്നെയാണ് ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ 1960 ആണ് സാപ്പ, സയൻസ് എ പ്രോസസ് അപ്രോച്ച്. അപ്പൊ ഒന്നാമത്തത് ഈ പോയിന്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, ഇതാരാണ് ഇതിന്റെ ഹെഡ് ഓഫ് ദി ബോഡി ആയിട്ട് നിൽക്കുന്ന ആരാന്നുള്ളതാണ്. അപ്പം അത് അമേരിക്കൻ അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് സ്റ്റഡീസ് ആണ്. അതായത് അമേരിക്കൻ അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് സ്റ്റഡീസ് ആണ് സാപ്പ ഗവേൺ ചെയ്യുന്നത്. അപ്പൊ MCQ വന്നു കഴിഞ്ഞാൽ സാപ്പ ആരാ ഗവേൺ ചെയ്യുന്ന ഒരു ചോദ്യം മാത്രമേ കാണത്തുള്ളൂ. അമേരിക്കൻ അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് സ്റ്റഡീസ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കേസിനെ കുറിച്ചാണ്. കേസിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ആക്സിലറേഷൻ ത്രൂ സയൻസ് എഡ്യൂക്കേഷൻ ആണ് കേസ്. കോഗ്നിറ്റീവ് ആക്സിലറേഷൻ ത്രൂ സയൻസ് എഡ്യൂക്കേഷൻ. അപ്പം കേസ് നിലവിൽ വന്നത് 1980സിലാണ്. കേസ് നിലവിൽ വന്നത് 1980സിലാണ്. അപ്പൊ കേസിനെ കുറിച്ച് എത്രയേ ഉള്ളൂ. ഇനി അടുത്ത പ്രധാനപ്പെട്ട അപെക്സ് ബോഡിയാണ് അനേർട്ട്. അനേർട്ട് ഒരു അപെക്സ് ബോഡി അല്ല, ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പം അനേർട്ട് നിലവിൽ വന്നത് 1986 തന്നെയാണ് അനേർട്ട് നിലവിൽ വന്നത്. അപ്പം അനേർട്ടിനെ കുറിച്ച് പഠിക്കാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കാം. സൊസൈറ്റി ആക്ടിന്റെ റെക്കമെൻഡേഷൻ ഒക്കെ ആയിട്ട് നിലവിൽ വന്ന ഒരു ഏജൻസിയാണ് അനേർട്ട്. അപ്പം ഗവൺമെന്റ് ഓഫ് കേരളയുടെ അണ്ടറിലായിരുന്നു അനേർട്ട്. പിന്നെ അത് വൈദ്യുതി വകുപ്പിന്റെ കീഴിലായിട്ടുണ്ട്. അപ്പം അനേർട്ട് 1986 ആണ്. സൊസൈറ്റി ആക്ട് വഴിയാണ് അനേർട്ട് ഉണ്ടായത്. അപ്പം ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിലായിരുന്നു സ്ഥാപിച്ചപ്പോൾ ഇതിന്റെ അണ്ടറിലായിരുന്നു അനേർട്ട്. ഇനി അനേർട്ട് എന്താണ്? ഏജൻസി ഫോർ, അപ്പം അനേർട്ടിന്റെ ഫുൾ ഫോം ഇതാണ്, ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി. അപ്പം ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി ആണ് അനേർട്ട്. 1986ലാണ് സൊസൈറ്റി ആക്ട് വഴി ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് കീഴിൽ നിലവിൽ വന്ന ഏജൻസിയാണ് അനേർട്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട രജിസ്റ്റേഴ്സ്? അപ്പൊ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട രജിസ്റ്റേഴ്സ്. ഒന്നാമതായിട്ട് പെർമനന്റ് സ്റ്റോക്ക് രജിസ്റ്റർ. പെർമനന്റ് സ്റ്റോക്ക് രജിസ്റ്റർ അപ്പം സ്ഥിരമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള
സാധനങ്ങളുടെ ലിസ്റ്റാണ് പെർമനന്റ് സ്റ്റോക്ക് രജിസ്റ്റർ. അതിപ്പം ബെഞ്ചാകാം, ഡെസ്ക് ആവാം, അല്ലെങ്കിൽ അതുപോലുള്ള വസ്തുക്കൾ, അതായത് പെട്ടെന്ന് നശിച്ചു പോകാത്ത വസ്തുക്കളുടെയൊക്കെ ലിസ്റ്റാണ് പെർമനന്റ് സ്റ്റോക്ക് രജിസ്റ്റർ. അപ്പം ഇനി രണ്ടാമത്തത് ബ്രേക്കബിൾ സ്റ്റോക്ക് രജിസ്റ്റർ ആണ്. ബ്രേക്കബിൾ സ്റ്റോക്ക് രജിസ്റ്റർ ആണ്. അപ്പൊ ഇതിനകത്ത് ഗ്ലാസ് കൊണ്ടുള്ള അപ്പാരറ്റസ്, മറ്റ് പെട്ടെന്ന് നശിച്ചു പോകുന്ന എല്ലാ വസ്തുക്കളും വരും. മൂന്നാമതായിട്ട് കൺസ്യൂമബിൾ സ്റ്റോക്ക് രജിസ്റ്റർ. കൺസ്യൂമബിൾ സ്റ്റോക്ക് രജിസ്റ്റർ. അപ്പം ഈ ഒരു രജിസ്റ്ററിൽ നമ്മുടെ കെമിക്കൽസ്, മറ്റ് സോൾട്ടുകളെല്ലാം ഈ രജിസ്റ്ററിലാണ് വരുന്നത്. പെട്ടെന്ന് തീർന്നു പോകുന്ന വസ്തുക്കൾ, ആസിഡ്, ആൽക്കലി, ബേസ്, അതുപോലെയുള്ള കെമിക്കൽസും സോൾട്ടും ഒക്കെ കൺസ്യൂമബിൾ സ്റ്റോക്ക് രജിസ്റ്ററിന്റെ കീഴിലാണ് വരുന്നത്. ഇനി നാലാമത്തത് ഓർഡർ രജിസ്റ്റർ. നമ്മൾ ഓർഡർ ചെയ്ത വസ്തുക്കൾ അതിന്റെ റെസിപ്റ്റ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നത് ഓർഡർ രജിസ്റ്ററിലാണ്. അഞ്ചാമതായിട്ട് റിക്വയർമെന്റ് രജിസ്റ്റർ. ലാബ് ആയിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, അവിടെ ആവശ്യമായിട്ടുള്ള വസ്തുവിന്റെ ലിസ്റ്റുകളാണ് റിക്വയർമെന്റ് രജിസ്റ്റർ. റിക്വയർമെന്റ് മീറ്റ് ചെയ്തായിരിക്കണം ഓരോ കോളേജും പ്രവർത്തിക്കേണ്ടത്. അല്ലെങ്കിൽ ആ ലിസ്റ്റ് നോക്കി ആവശ്യമുള്ള വസ്തുക്കൾ നമ്മൾ യഥാസമയം വാങ്ങിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി ആറാമതായിട്ട് നമുക്ക് ഫിസിക്കൽ സയൻസ് ഇതിനെ കുറിച്ച് പഠിക്കാനില്ല, പക്ഷെ ലോഗ് ബുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമതായിട്ട് ലോഗ് ബുക്കും വിസിറ്റേഴ്സ് ബുക്കുമായിട്ട് ഒരുമിച്ച് പഠിച്ചു വെക്കരുത്. രണ്ടും രണ്ടാണ്. സ്കൂളിൽ ആര് വന്നാലും അത് വിസിറ്റേഴ്സ് ബുക്കിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ ലോഗ് ബുക്കിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഇൻസ്പെക്ഷന് വരുന്ന പ്രത്യേക വ്യക്തികളുടെ പേരുകൾ മാത്രമേ ലോഗ് ബുക്കിൽ നമ്മൾ മെൻഷൻ ചെയ്യാറുള്ളൂ. സ്പെഷ്യൽ ഇൻസ്പെക്ഷൻസ് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻസ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ്, ആ സ്കൂൾ അല്ലെങ്കിൽ കോളേജിൽ നടന്ന എല്ലാവിധ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ലോഗ് ബുക്കിലാണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഇൻസ്പെക്ഷൻസ് വരുന്ന ലിസ്റ്റ്, രണ്ടാമത് സ്കൂളിൽ നടന്ന ഫംഗ്ഷൻസ് ലിസ്റ്റ്. അപ്പൊ ഇതൊക്കെയാണ് ലോഗ് ബുക്ക്. ഇനി നമ്മൾ കുറച്ച് ഗവൺമെന്റ് ഓർഗനൈസേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്. അപ്പൊ ആദ്യമായിട്ട് ശാസ്ത്ര പോഷണി. അപ്പം ശാസ്ത്ര പോഷണി പ്രധാനമായിട്ടും കോളേജുകളിലാണോ? അല്ല, സ്കൂളുകളിൽ മാത്രമേ ശാസ്ത്ര പോഷണി ഉള്ളൂ. ഇപ്പം സ്കൂൾസിലാണ് പ്രധാനമായിട്ടും. രണ്ടാമതായിട്ട് ഒരു ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ശാസ്ത്ര പോഷണി. ഇനി പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോയിന്റ്, ലാബുകളുടെ അടിസ്ഥാന സൗകര്യമൊക്കെ കൂട്ടുവാനായിട്ട്, അല്ലെ അതിന് വേണ്ട നോംസ് ഒക്കെ തിരഞ്ഞെടുക്കുന്നത് ശാസ്ത്ര പോഷണിയാണ്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. രണ്ടാമതായിട്ട് KVPY, കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന. അധികം ഒന്നും പഠിക്കേണ്ട, കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന ഓർത്ത് വെച്ചേക്കുക. മൂന്നാമതായിട്ട് PSM, പീപ്പിൾ സയൻസ് മൂവ്മെന്റ്. PSM എന്ന ചോദ്യം കണ്ടു കഴിഞ്ഞാൽ പീപ്പിൾസ് സയൻസ് മൂവ്മെന്റ് ആണെന്ന് ഓർത്ത് എഴുതുക. പീപ്പിൾസ് സയൻസ് മൂവ്മെന്റ്. അപ്പം പീപ്പിൾസ് സയൻസ് മൂവ്മെന്റ് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചധികം മൂവ്മെന്റ്സ് പഠിക്കാനുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിച്ചു വെച്ചേക്കാം. പിന്നെയുള്ള നാലാമത്തെ പോയിന്റ് നാഷണൽ സയൻസ് ടാലന്റ് സെർച്ച് സ്കീമാണ് നമ്മൾ നാലാമതായിട്ട് പഠിക്കുന്നത്. അപ്പം ഇത് NCERT-യുടെ കീഴിലാണ് നാഷണൽ സയൻസ് ടാലന്റ് സെർച്ച് സ്കീം എന്ന് പറയുന്നത്. ഇപ്പം ഇത് NTSS എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ NCERT-യുടെ കീഴിലാണ് വന്നത്. NCERT-യുടെ കീഴിൽ വന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പം ഒന്നുകൂടെ ശ്രദ്ധിക്കുക, NCERT 1961-ലായിരുന്നു. ഒരു 2 വർഷത്തിന് ശേഷം NCERT സ്ഥാപിച്ചു. NSTSS സ്ഥാപിച്ചു. അപ്പൊ NCERT 1961-ലായിരുന്നു. അതോടൊപ്പം തന്നെ ചേർത്ത് പഠിച്ചു വെച്ചേക്കുക, നാഷണൽ സയൻസ് ടാലന്റ് സെർച്ച് സ്കീം 1963-ലാണ് അഡ്വക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്നത് വോഗൽസ് ഇൻഡെക്സും ഗണ്ണിംഗ് ഫോഗ് ഇൻഡെക്സും. അപ്പൊ വോഗൽസ് ക്രൈറ്റീരിയ എന്തിന്, അപ്പം ടെക്സ്റ്റ് ബുക്സിനൊക്കെ വേണ്ടിയാണ്. വോഗൽസ് ക്രൈറ്റീരിയ അധികം പറയുന്നില്ല. ഗണ്ണിംഗ് ഫോഗ് ഇൻഡെക്സ് പറയും. ഗണ്ണിംഗ് ഫോഗ് ഇൻഡെക്സ്. അപ്പം ഗണ്ണിംഗ് ഫോഗ് ഇൻഡെക്സ് പറഞ്ഞിരിക്കുന്നത്, ഗണ്ണിംഗ് ഫോഗ് ഇൻഡെക്സ് ഏത് ബുക്ക് കിട്ടിയാലും ഗ്രേഡ് ചെയ്യുകയാണ്. അപ്പം ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഗ്രേഡ് ചെയ്യുന്നത് നോക്കാം. ഗ്രേഡ് ലെവൽ ഈസ് ഈക്വൽ ടു 0.4 into ASL plus PHW. അപ്പം
ASL എന്ന് പറയുന്നത് ആവറേജ് സെന്റൻസ് ലെങ്ത് ആണ്. PHW എന്ന് പറയുന്നത് പെർസെന്റേജ് ഓഫ് ഹാർഡ് വേർഡ്സ് ആണ്. മറ്റെന്ത് കണ്ടാലും കയറി കുത്താൻ നിൽക്കരുത്. MCQ ചോദിച്ചു കഴിഞ്ഞാൽ 0.4 into ASL plus PHW ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി ഇതുമായിട്ട് ചേർത്ത് വെച്ച് പഠിക്കേണ്ട മറ്റൊരു പോയിന്റ്, നല്ലൊരു ബുക്കിന്റെ റീഡബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് 7 അല്ലെങ്കിൽ 8 ആയിരിക്കും. 7 അല്ലെങ്കിൽ 8 ആയിരിക്കും. അപ്പൊ നമ്മുടെ ബൈബിള്, ഷേക്സ്പിയറിന്റെ പുസ്തകങ്ങൾ എല്ലാത്തിനും ഗണ്ണിങ് ഫോർ ഇൻഡെക്സ് വാല്യൂ 7 അല്ലെങ്കിൽ 8 ആണ്. നമ്മുടെ ടൈംസിന്റെ ഒക്കെ മാഗസൈൻസിന് 11 ആണ് ഫോർ ഇൻഡെക്സ് വാല്യൂ. അപ്പം ഇത് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുന്നു. ഒരിക്കലും തെറ്റിക്കാതിരിക്കുക. 0.4 into ASL plus PHW. അപ്പൊ ASL എന്ന് പറയുന്നത് ആവറേജ് സെന്റൻസ് ലെങ്തും PHW എന്ന് പറയുന്നത് പെർസെന്റേജ് ഓഫ് ഹാർഡ് വേർഡ്സും ആണ്. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് കുറച്ച് ലേണിംഗ് മെത്തേഡ്സിന്റെ ഉപജ്ഞാതാക്കളെ കുറിച്ചാണ്. അപ്പം ജിഗ്സോ, എലിയറ്റ് അലോൺസൺ ആണ് ജിഗ്സോ കണ്ടുപിടിച്ചത്. രണ്ടാമതായിട്ട് കൺസെപ്റ്റ് മാപ്പിംഗ്. ആരാണ്? ജോസഫ് ഡി നോവാക്ക് ആണ് കൺസെപ്റ്റ് മാപ്പിംഗ്. ഇനി കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ഞാൻ വെറുതെ ഒന്നുകൂടെ പറയാൻ നേരത്തെ എടുത്തതാണ്. കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ആരായിരുന്നു? ബ്രൂണർ ആയിരുന്നു കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. അദ്ദേഹത്തിന് തന്നെയാണ് കൺസ്ട്രക്റ്റിവിസവും. അപ്പൊ മനസ്സിലായാലും ഇത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മറ്റൊരു ICT ഒക്കെ ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന മറ്റൊരു ഏജൻസിയെ കുറിച്ചാണ്, E20. അപ്പം E20 കുറെ അധികം രാജ്യങ്ങളും കുറെ അധികം ലാംഗ്വേജസും ഉണ്ട്. പക്ഷെ അത് പഠിച്ചു വെക്കാൻ പാടാണ്. കാരണം അതിങ്ങനെ എപ്പോഴും കോൺസ്റ്റന്റ്ലി ചേഞ്ചസ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇതെന്നാണ് സ്ഥാപിച്ചത്, എന്താണ് അതിന്റെ മെയിൻ അജണ്ടകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ രാജ്യങ്ങളും എത്ര ലാംഗ്വേജസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ നെറ്റിൽ തന്നെ സെർച്ച് ചെയ്യുക. കാരണം ഇത് എപ്പോഴും കോൺസ്റ്റന്റ്ലി ചേഞ്ചസ്. അപ്പം 2005 E20 സ്ഥാപിതമായത്. ICT ബേസ്ഡ് ക്ലാസ് റൂംസും ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ അസിസ്റ്റൻസ് നൽകിയതാണ് E20. E20 കുറിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, യൂറോപ്യൻ കമ്മീഷന് കീഴിലാണ് E20. യൂറോപ്യൻ കമ്മീഷനാണ് E20 ഗൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് E20 കുറിച്ച് കുറച്ച് കുഴപ്പിച്ച് വരാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. 2009 മുമ്പും ശേഷം. അപ്പൊ 2009 മുമ്പുള്ള മോട്ടോ എന്ന് പറയുന്നത് സ്കൂൾ പാർട്ണർഷിപ്പ് ഇൻ യൂറോപ്പ് എന്തായിരുന്നു? സ്കൂൾ പാർട്ണർഷിപ്പ് ഇൻ യൂറോപ്പ്. പക്ഷെ 2009 ശേഷം അത് കമ്മ്യൂണിറ്റി ഫോർ സ്കൂൾസ് ഇൻ യൂറോപ്പ് എന്ന് മാറ്റി. കമ്മ്യൂണിറ്റി ഫോർ സ്കൂൾസ് ഇൻ യൂറോപ്പ് എന്ന് മാറ്റി. അപ്പം ഇത്രയാണ് E20 കുറിച്ച്. 2005 ഇത് സ്ഥാപിതമായത്. യൂറോപ്യൻ കമ്മീഷന് കീഴിലായിരുന്നു. 2009 മോട്ടോ മാറ്റി. അതായത് സ്കൂൾ പാർട്ണർഷിപ്പ് ഇൻ യൂറോപ്പിന് കമ്മ്യൂണിറ്റി ഫോർ സ്കൂൾസ് ഇൻ യൂറോപ്പ് എന്ന് മോട്ടോ അല്ലെങ്കിൽ അതിന്റെ ആപ്തവാക്യം മാറ്റി. ഇപ്പൊ ഇത്രയാണ് E20. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട കുറച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ്. ടെറ്റ്, സെറ്റ്, CTET, GRE, ഗേറ്റ്. അപ്പം ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് ടെറ്റ് നിലവിൽ വന്നത് 2011. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. 2011 ടെറ്റ് നിലവിൽ വന്നത്. ടെറ്റിന്റെ കാലാവധി, ടെറ്റിന്റെ വാലിഡിറ്റി 7 years ആണ്. ഇപ്പൊ രണ്ടാമതായിട്ട് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. സെറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. ഇനി CTET, സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റിന്റെ പേരാണ് CTET, സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. അപ്പം ഈ CTET നടത്തുന്നത് ആരാണെന്നൊരു ചോദ്യം വന്നേക്കാം. CTET നടത്തുന്നത് CBSE ആണ്. CTET നടത്തുന്നത്. ഇനി എന്താണ് ഇത് GRE? ഇപ്പം GRE എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാമിനേഷൻ ആണ്. ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാമിനേഷൻ ആണ് GRE. ഗ്രാജുവേറ്റ്
റെക്കോർഡിംഗ് എക്സാമിനേഷൻ ആണ് GRE. ഇനി എന്താണ് ഗേറ്റ്? ഗ്രാജുവേറ്റ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് ആണ് ഗേറ്റ്. ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് ആണ് ഗേറ്റ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ടെറ്റിന്റെ വാലിഡിറ്റി 7 years ആണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഗേറ്റിന്റെ വാലിഡിറ്റി ഉണ്ട്. ഗേറ്റിന്റെ വാലിഡിറ്റി 3 വർഷമാണ്. ഗേറ്റിന്റെ വാലിഡിറ്റി 3 വർഷമാണ്. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ടെറ്റ് 2011 7 years വാലിഡിറ്റി. സെറ്റ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. ഇനി CTET സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, നടത്തുന്നത് CBSE ആണ്. ഇനി GRE ഗ്രാജുവേറ്റ് റെക്കോർഡിംഗ് എക്സാമിനേഷൻ ആണ് GRE. ഗേറ്റ് എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് ആണ് ഗേറ്റ്. അപ്പം ഇത്രയും ടോപ്പിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എന്തെങ്കിലും ടോപ്പിക്സ് അധികം എടുക്കണമെങ്കിലും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്യുക. താങ്ക്സ്.